ഭവന നിർമ്മാണ ബോർഡും വകുപ്പും നിർത്തലാക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ നിർദ്ദേശം നൽകിയ സംഭവത്തിൽ ചീഫ് സെക്രട്ടറിക്ക് റവന്യൂ മന്ത്രിയുടെ രൂക്ഷ വിമർശനം. വകുപ്പ് മന്ത്രിയായ താൻ അറിയാതെ ഇത്തരമൊരു നയപരമായ നിർദ്ദേശം ആരാണ് നൽകിയതെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി ചോദിച്ചു. ഭവന നിർമ്മാണ ബോർഡും വകുപ്പും നിർത്തലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം കോടികളുടെ ആസ്തിയുള്ള വകുപ്പും ബോർഡും നിർത്തലാക്കുമെന്ന വാർത്തയിൽ ആശങ്കയിലാണ് ജീവനക്കാർ. മാർച്ച് 28-ന് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് വിവാദ തീരുമാനം ഉണ്ടായത്. ഭവന നിർമ്മാണ ബോർഡും വകുപ്പും അപ്രസക്തമായ സാഹചര്യത്തിൽ നിർത്തലാക്കാനായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം. ഇതിന്റെ തുടർ നടപടികൾക്കായി ഉദ്യോഗസ്ഥതല പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സെക്രട്ടറി തല യോഗത്തിന്റെ മിനിറ്റ്സ് ലഭിച്ചപ്പോഴാണ് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ഇ ചന്ദ്രശേഖരൻ അറിയുന്നത്. തീരുമാനത്തിൽ ക്ഷുഭിതനായ മന്ത്രി കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറിക്കെതിരെ പൊട്ടിത്തെറിച്ചു. നയപരമായ ഇത്തരം തീരുമാനമെടുക്കാൻ ആരാണ് നിർദ്ദേശിച്ചതെന്ന് മന്ത്രി ചോദിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉദ്യോഗസ്ഥർക്കും ബാധകമാണെന്ന് വ്യക്തമാക്കിയ മന്ത്രി തെരഞ്ഞെടുപ്പ് സമയത്ത് ശുപാർശയുടെ അർത്ഥം എന്താണെന്നും ചോദിച്ചു. ചീഫ് സെക്രട്ടറി മറുപടി പറയാൻ ശ്രമിച്ചെങ്കിലും ഇടപെട്ട മുഖ്യമന്ത്രി ഭവന നിർമ്മാണ ചുമതലയുള്ള ലൈഫ് മിഷൻ താൽക്കാലിക സംവിധാനമാണെന്നും എന്നാൽ ഭവന നിർമ്മാണ ബോർഡും വകുപ്പും സ്ഥിരം സംവിധാനമാണെന്നും വ്യക്തമാക്കി. പുതിയ ചുമതലകൾ ബോർഡിനെ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മന്ത്രിസഭാ യോഗത്തിന് പിന്നാലെ റവന്യൂ മന്ത്രി വിഷയത്തിൽ വാർത്താക്കുറിപ്പും ഇറക്കി. ഭവന നിർമ്മാണ ബോർഡും വകുപ്പും നിർത്തലാക്കാൻ LDFO സർക്കാരോ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.